അറിയാതെ അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. എത്ര മനോഹരമാണല്ലോ. ഞാൻ അറിയാണ്ട് പാടിപ്പോയതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ ഈ സ്വപ്ന സുരേഷിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ചിരിച്ചും പോയി. സ്വപ്ന സുരേഷ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? എന്നെ നശിപ്പിച്ചതിൽ ശിവശങ്കരന് പങ്കുണ്ട് എന്ന്. അതിനുശേഷം എഴുതിയിരിക്കുന്നത്, ഞാൻ പുസ്തകം എഴുതിയാൽ ശിവശങ്കർ മാത്രമല്ല നാണം കെടുന്നത്, ഭരണപക്ഷത്തുള്ള പ്രമുഖരായ പല നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ഈ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചുപോയി. പ്രിയപ്പെട്ട സ്വപ്ന സുരേഷ്, അതൊരു സ്വപ്നം മാത്രമായിരിക്കും കേട്ടോ. ആരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്? ഇനി രാഷ്ട്രീയത്തിലുള്ള ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അത് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ളവരാവട്ടെ ചെയ്യുമോ അങ്ങനെ? കാരണം ഇത് ചെറിയൊരു സംഗതി അല്ലല്ലോ. നല്ല വരുമാനമുള്ള സംഗതിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ പെൻഷൻ പോലും കിട്ടുന്നതാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നവരാരാണ്? ഉളുപ്പുള്ള മനുഷ്യരുണ്ട്, അഭിമാനമുള്ള ആൾക്കാരുണ്ടല്ലോ. അവരെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുക. അതല്ലെങ്കിൽ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവർ, കർഷകർ, പിന്നെ പഠിത്തത്തിൽ നല്ലപോലെ പഠിച്ചിട്ടും ജയിച്ച് മാർക്ക് കിട്ടാണ്ട് തോറ്റുപോകുന്ന കുഞ്ഞുങ്ങൾ, ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുമ്പോൾ മാനസികമായി സമ്മർദ്ദം ഉണ്ടായിട്ട് അഭിമാനമുള്ള ചില ആൾക്കാർ, അത് സ്ത്രീയായാലും പുരുഷനായാലും, അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണല്ലേ. പക്ഷേ ഈ രാഷ്ട്രീയക്കാർ ചെയ്യില്ല കേട്ടോ. അത് സ്വപ്ന സുരേഷിൻ്റെ സ്വപ്നം മാത്രമായിരിക്കും. സ്വപ്ന സുരേഷ് ഇങ്ങനെ പ്രസ്താവന ഇറക്കുമ്പോൾ ഇങ്ങനെ പരസ്യമായിട്ടല്ലാതെ സ്വപ്ന സുരേഷുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഈ ആൾക്കാരെ എന്തായാലും സ്വപ്ന സുരേഷിന് അറിയാം. അവർക്ക് പേഴ്സണലായിട്ട് ഈ മെസ്സേജ് വിട്ടു കൊടുക്കണം. അപ്പോൾ അവർ ഊറിച്ചിരിക്കുക. എന്നിട്ട് ഈ പാട്ട്, ഇതേപോലുള്ള പാട്ട്, ഈ പാട്ടെന്നല്ല ഇതേപോലുള്ള പാട്ടുകളൊക്കെ അവർ പാടി എന്ത് ചെയ്യും? ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഈ പോസ്റ്റ് ഇടുമ്പോൾ സ്വപ്ന സുരേഷ് ചെയ്യേണ്ട, അവർക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം ഇന്നാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാമല്ലോ. അതിന് അങ്ങനെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ബൈ. ഇബ്രിയിൽ നിന്നും കുയിൽ നിസാർ.